ഇനി കൂൺ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ. ഇന്നത്തെ റെസിപ്പി മഷ്റൂം പെപ്പർ മസാല. ഗരം മസാലയുടെ അതിപ്രസരമൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാം. കൂണ് എങ്ങനെ വെച്ചാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കൂ. ഇതേ മസാലക്കൂട്ടി തന്നെ കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ഇതെടുക്കാം. കുറച്ച് കുഴഞ്ഞ ഗ്രേവി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിനി തയ്യാറാക്കുന്ന വിധം കാണാം. ഇതാ കടായി വെച്ചിട്ടുണ്ട്. അല്പം എണ്ണ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതാ ഇത്രയും പെരുംജീരകം, വലിയ ജീരകം ചേർക്കുക. അതൊന്ന് പൊട്ടി മുകളിലോട്ട് വന്ന ഉടനെ തന്നെ സവാള ചേർക്കുക. കരിഞ്ഞു പോകരുത് പെരുംജീരകം. സവാള ഇവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിളക്കാം. ഇതുപോലെ ചെറുതായിട്ട് കുത്തി അരിഞ്ഞ് കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. നല്ലവണ്ണം ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. മീഡിയം സൈസിലെ 2 സവാളയായാലും ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ച് വലുപ്പമുള്ള സവാളയാണ് ചേർത്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് മസാല കുറച്ച് കുഴഞ്ഞ് കിട്ടണം, അതുകൊണ്ട് വലിയ സൈസ് എടുത്തു. അതേപോലെ തന്നെ നീളത്തിലരിയാതെ ഇതുപോലെ കൊത്തി അരിഞ്ഞ് ചേർക്കണം. തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചാലും മതി. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ഇതാ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ പകുതിയായിട്ടുണ്ട്. സവാള നല്ലവണ്ണം ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ചേർക്കാം. നമ്മൾ കഴിവതും വീട്ടിൽ അരച്ച് വയ്ക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് യൂസ് ചെയ്യുക, അതാണ് ടേസ്റ്റ്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കുരു കുറച്ചൊന്ന് മാറ്റി കളഞ്ഞിട്ടുണ്ട് എരിവ് കുറയ്ക്കാനായിട്ട്. കാരണം ഇവിടെ കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ ടേസ്റ്റ് വേണം താനും, എരിവും കൂടരുത്. പച്ചമുളക് 1 ചേർത്താലും മതി. മണവും രുചിയും കളറും ഒന്നും നഷ്ടപ്പെടാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ അരച്ച് വയ്ക്കാമെന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ട പൊടികളാണ്. വളരെ കുറച്ച് മാത്രം കാശ്മീരി മുളക് പൊടി ഇതാ ഈ ഒരളവിൽ ചേർത്തിട്ടുണ്ട്. അതേ സ്പൂണിന് തന്നെ ഒരു 1.25 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. ഇനി പൊടിയൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളക് പൊടി കഴിവതും കാശ്മീരി മുളക് പൊടി ചേർക്കാൻ നോക്കുക. കാരണം കുരുമുളക് പൊടി ഏറെ ചേർക്കുന്നുണ്ട്, എരിവ് കൂടരുത്. ഇതാ പൊടികളൊക്കെ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ക്യാപ്സിക്കം ചേർക്കാം. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്തിരിക്കുന്നത്. ക്യാപ്സിക്കവും മഷ്റൂം ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഒരു 20-30 സെക്കൻഡ് നേരത്തെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ക്യാപ്സിക്കം നീളത്തിലോ സ്ക്വയറിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞ് ചേർക്കാം. ക്യാപ്സിക്കം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ചേർക്കണം. ഞാൻ 1 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തത് നോക്കിയെടുക്കുക. തക്കാളിയും വളരെ ചെറുതായിട്ട് തന്നെ കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ഇല്ലെങ്കിൽ തീ കുറച്ചിട്ടിട്ട് മൂടി വെച്ചാലും മതി, പെട്ടെന്ന് കുഴഞ്ഞു വരും. ഇതാ തക്കാളി നല്ലോണം കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചേറെ കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതാ 1 സ്പൂണ് പെരുംജീരകം മാത്രമായിട്ടാണ് പൊടിച്ചത് ചേർക്കുക. പെരുംജീരകം ഫ്രഷായിട്ട് തന്നെ അമ്മിക്കല്ലിലോ ഇടിക്കല്ലിലോ ഇട്ട് ഇടിച്ചിട്ട് ചേർത്താലും നല്ല ടേസ്റ്റാണ്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിലോട്ട് ഒരല്പം വെള്ളം ചേർക്കാം. ഇതൊന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടി, മസാലയൊക്കെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി. ഒരു 1/4 ഗ്ലാസ്സിനടുത്തായിട്ട് വെള്ളം ഒഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് മഷ്റൂം കൂൺ ചേർക്കാം. കൂൺ ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവ് 350 ഗ്രാമാണ്. 400 ഗ്രാം വരെ ഇതിൽ ചേർക്കാവുന്നതാണ് ഈ മസാലയിൽ. കൂൺ അരിഞ്ഞ് വെച്ചിട്ട് ഒരല്പം നേരം ആയിട്ടുണ്ട്. അത് ആ കളറൊന്ന് അല്പം മാറിയിട്ടുണ്ട്. കൂണ് ഒരല്പം വലുപ്പത്തിൽ അരിഞ്ഞ് ചേർക്കുക. 3ആയിട്ടോ 4ആയിട്ടോ
കട്ട് ചെയ്ത് ചേർക്കുക. തീരെ അങ്ങ് കനം കുറഞ്ഞ് ചേർക്കണ്ട. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിൽ ഉപ്പ് ഇപ്പം ചേർക്കുന്നില്ല. സവാളയിൽ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അത്രയും മതി. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, ഒന്ന് ഒതുങ്ങി വരും, ഒന്ന് ചുരുങ്ങി വരും. അതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇത് മൂടി വയ്ക്കാം. ഇതാ ഒരു 5 മിനിറ്റ് അടുത്താകാറായിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 3 ഐറ്റം കൂടി ചേർക്കാനായിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് ചേർക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ചേർക്കുന്നത് 1 സ്പൂൺ സോയാ സോസ് ചേർക്കുക. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. 1/4 സ്പൂണോ ചേർക്കാം. തീരെ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വേണേൽ സ്കിപ്പ് ചെയ്യാം. ചിലർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സോസൊക്കെ ചേർക്കുന്നത് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം. മല്ലിയില ചേർക്കുമ്പോഴും അറിയാമല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു ഐറ്റം കൂടി ചേർക്കുന്നതിന് മുമ്പായിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ട്രൈ ആക്കി എടുക്കാം. അതല്ല കുറച്ചുകൂടി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പച്ചവെള്ളം ഒഴിക്കരുത്, കാരണം എല്ലാം വെന്തതാണ്, മസാല എല്ലാം മഷ്റൂമും വെന്തതാണ്. ഇനി ഇതിലോട്ട് ചൂടുവെള്ളം മാത്രം ഒഴിക്കാവൂ. ഒരല്പം കുഴഞ്ഞ ഗ്രേവിക്ക് വേണ്ടി ഞാനിതിൽ അല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്, ചൂടുവെള്ളം. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കുഴഞ്ഞ ഗ്രേവി ഇരിക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ലാസ്റ്റിൽ ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഗ്രേവി ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫൈനലായിട്ട് മസാലയുടെ കളറൊക്കെ നല്ല ഡാർക്ക് കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇരുമ്പ് ചീനച്ചട്ടിയിലൊന്ന് വെച്ച് നോക്കിക്കോളൂ. നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും. കറിയുടെ കളറിലൊക്കെ കുറച്ച് ഭംഗിയൊക്കെ കാണുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർക്കുള്ളൊരു ടിപ്പാണിത്. ഈ കറി കുറച്ചുകൂടി ഒന്ന് തണുക്കുമ്പോഴത്തേന് ഒന്നുകൂടി ഒന്ന് ഡാർക്ക് കളറാകുകയും ചെയ്യും. ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ മഷ്റൂം വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.